ഐ എം സോറി സിന്ധു, ഐ എം സോറി. ആ മുറിയിൽ അപ്പൂപ്പൻ കിടക്കുന്ന പോലെ തോന്നി. ഞാൻ പേടിച്ചുപോയി, അതാണ് ഓടി വന്നത്. ക്ഷമിക്കണം. എന്റെ ജീവിതത്തിൽ ഇന്നാദ്യമായാണ് ഇങ്ങനെ. എന്തോ ഒരു നിമിഷത്തേക്ക് ഞാൻ എന്നെ തന്നെ മറന്നുപോയി. അതിന് അങ്ങൊരു തെറ്റും ചെയ്തില്ലല്ലോ. ക്ഷമ ചോദിക്കേണ്ടത് ഞാനല്ലേ? ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇനി ഞാനിത് ആവർത്തിക്കില്ല. ഈ വീട്ടിൽ സിന്ധു സുരക്ഷിതയായിരിക്കും. അങ്ങ് എന്തൊക്കെയോ പറയുന്നു. അത്രയ്ക്ക് എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. സിന്ധു പൊയ്ക്കോളൂ. ഇല്ല, എനിക്ക് മാപ്പ് തന്നു എന്ന് പറഞ്ഞാലേ ഞാൻ പോകും. എന്റെ തെറ്റിനും നിനക്ക് വേണം മാപ്പ് തരാൻ, അല്ലേ? നീ ഒരു അത്ഭുതമാണ് സിന്ധു. ഞാൻ പോട്ടെ, എന്നോട് ക്ഷമിക്കൂ. ഇനി അപ്പൂപ്പനെ കണ്ടാലും ഞാൻ പേടിക്കില്ല. അപ്പൂപ്പൻ എനിക്ക് കൂട്ടിയെടുക്കാൻ വന്നതാ. എനിക്ക് പേടിയാവുമെന്ന് കരുതി അല്ലേ? അതെ അതെ സിന്ധു. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അപ്പൂപ്പൻ പോയി, ഇനിയൊട്ട് വരികയുമില്ല. ഇങ്ങനെ ദുഃഖിച്ചിരുന്നാൽ എന്റെ എല്ലാമായിരുന്നു രാമേട്ടൻ. ഇനി എനിക്ക് ആരുണ്ട് സിന്ധു? ഞാൻ ഒറ്റയ്ക്കായി. ഇല്ല, അങ്ങേ ഒറ്റയ്ക്കാകാൻ ഞാൻ സമ്മതിക്കില്ല. നീ ചെറുപ്പമാണ് കുട്ടി. നിന്റെ ജീവിതം ആരംഭിച്ചിട്ടേ ഉള്ളൂ. സിന്ധു, ചായ കൊണ്ടുവരൂ. അവളുടെ ചായ ഞങ്ങളുടെ പട്ടിക്ക് വേണം. ശരി, വേണ്ട സിന്ധു, ചായ വേണ്ട. ചേട്ടാ, ഇനി ചേട്ടാ ഇവിടെ തനിച്ച് താമസിക്കുന്നത് ശരിയല്ല. ഇവിടെ ഒരു കുഴപ്പമില്ല. എന്റെ കൂടെ ഒന്ന് താമസിക്കാമല്ലോ. അതിനിഷ്ടമില്ലെങ്കിൽ എന്റെ വീട്ടിൽ. എന്റെ വീടിനൊരു തകരാറുമില്ല. ഞാനിവിടെ താമസിച്ചോ. ആ പെണ്ണിന്റെ കൂടെ. അവളുടെ കിടക്കറ വേറെയാണ്. വലിയേട്ടാ, ഞങ്ങളെ വിട്ടുകളാക്കരുത്. മനസ്സിലായില്ല? ചേട്ടാ, ചേട്ടന്റെ സ്വത്ത് മോഹിച്ചാണ് അവൾ ഇവിടെ നിൽക്കുന്നത്. അവൾക്ക് സ്വത്ത് വേണമായിരുന്നെങ്കിൽ നിങ്ങൾക്കറിയില്ല. അവൾ നിങ്ങളെക്കാൾ സ്വത്തുകാരിയാണ്. ഇത് പ്രേമമായിരിക്കും. അച്ഛന്റെ പ്രായമുള്ള തനി വേശ്യ. ഇതിന് വലിയേട്ടൻ ദുഃഖിക്കും. ഇറങ്ങണ പുറത്ത്. എന്നാലും ചേട്ടാ, ആ പെണ്ണിന്റെ വലയിൽപ്പെട്ട് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നല്ലോ. പോകാൻ നിന്നോടും കൂടിയാണ് ഈ പറഞ്ഞത്. എന്റെ കുട്ടികളെ ഓർത്തെങ്കിലും ചേട്ടൻ ഞങ്ങളോട് ഈ ചതി ചെയ്യരുതായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടത് എങ്ങാണ്ടെന്ന് വന്നൊരു പെണ്ണ്. ഓ, ഇതായിരുന്നു. എന്റെ സർവ്വതം ഞാൻ അവളുടെ പേർക്ക് എഴുതി വെച്ച് കഴിഞ്ഞു. ചതിച്ചോ ഭഗവാനെ. ഇതാണ് ത്യാഗിയായ ചേട്ടന്റെ സഹോദര സ്നേഹം. ചേച്ചി, നമുക്കിനി ഇങ്ങനൊരു ചേട്ടനില്ല. ചേട്ടൻ പറഞ്ഞത് ഇനി എന്റെ എല്ലാ സ്വത്തുക്കൾക്കും അവകാശി സിന്ധുവാണെന്ന്. ആ മഹാഭാവി ഈ വീട്ടിൽ നിന്ന് അവളെ പറ്റി ഒരു അക്ഷരം പറഞ്ഞു പോരുത്. വരൂ ചേച്ചി, ഇനി ഈ വീട്ടിൽ കാലം ഉത്തരരുത്. എന്താ സിന്ധു? ഞാൻ കാരണം എന്റെ കൂടെ ഇറങ്ങിത്തിരിക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നു, അല്ലേ? ഇല്ല സർ, എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം ഞാനൊരുത്തിയാണ്. എന്നാര് പറഞ്ഞു? വേണ്ട സർ, എനിക്ക് വേണ്ടി
ഇത്രയൊക്കെ ചെയ്ത അങ്ങേക്ക് ദുഃഖം മാത്രമേ തരാൻ എനിക്ക് കഴിയുന്നുള്ളൂ. സ്വന്തം സഹോദരങ്ങൾ പോലും ഞാൻ കാരണം പിരിഞ്ഞുപോയി. പോട്ടെ, പോയവരൊക്കെ പോട്ടെ. അവരവരെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. ഞാനും എന്നെ കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. ചെയ്തത് തെറ്റായിപ്പോയെങ്കിലും തിരുത്താൻ ഇനിയും വൈകിട്ടില്ല. മനസ്സിലായില്ല. എന്നെ പോകാൻ അനുവദിക്കൂ. അങ്ങയുടെ മേൽ ഞാൻ ചാർത്തിയ കളങ്കം കഴുകിക്കളയാൻ എന്നെ അനുവദിക്കൂ. സിന്ധു, ഇപ്പോഴും നീ നിന്നെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. നീ കൂടി പോയാൽ ഞാൻ ഈ ലോകത്ത് ഏകനാകും. പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് എന്തോ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എനിക്ക് നീ മാത്രമേ ഉള്ളൂ സിന്ധു. ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചു പോയാലും ഇപ്പൊ നീ എന്നെ ഉപേക്ഷിച്ചു പോകരുത്. ആ ഏകാന്തത എനിക്ക് താങ്ങാനാവില്ല. എന്നാൽ ഞാനൊന്ന് പറയട്ടെ. എന്താ സിന്ധു? അങ്ങന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിത്തരൂ. ഞാൻ വളരെ ആലോചിച്ച ശേഷമാണ് പറയുന്നത്. അങ്ങ് തീർത്തും പറഞ്ഞു അങ്ങ് ഒരിക്കലും വിവാഹിതനാവില്ലെന്ന്. ദിലീപ് ഇനി വരില്ല. അല്ലെങ്കിൽ എന്നേ വരണമായിരുന്നു. അവൻ എന്നെ വഞ്ചിക്കുകയായിരുന്നു. ഞാൻ പോകാൻ അനുവാദം ചോദിച്ചെങ്കിലും അങ്ങേ വിട്ടു പോകാൻ എനിക്ക് സാധിക്കില്ല. താലി കെട്ടിയാലും അങ്ങേക്ക് കഴിയില്ലെങ്കിൽ എന്നെ ഒരു ഭാര്യയായി കാണണമെന്നില്ല. അങ്ങനെ ഏതു വിധത്തിൽ കാണുന്നുവോ ആ വിധത്തിൽ ജീവിക്കാൻ ഞാൻ ഒരുക്കമാണ്. സിന്ധു എന്തൊക്കെയോ പറയുന്നു. നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ അങ്ങയുടെ വെപ്പാട്ടിയാണ്. അങ്ങ് ആ വെല്ലുവിളി നമുക്ക് സ്വീകരിക്കാം. നമുക്ക് വിവാഹം കഴിക്കാം.